ഹായ്. ഇന്നലെ ഞാനൊരു റീല് കണ്ടു. ആ റീല് ഒരുപാട് ചിന്തിക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ കാണുന്ന റീലെല്ലാം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അതിങ്ങനായിരുന്നു. പുഴുവിനെ മീൻ തിന്നുന്നു. ആഹ് മീനെ മനുഷ്യൻ തിന്നുന്നു. മനുഷ്യനെ ആരാണ് തിന്നുന്നത് എന്ന്. അപ്പം അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു. അത് കറക്റ്റുള്ള ആരായിരിക്കും? അപ്പോൾ അടുത്ത ഡയലോഗ് ഉടനെ തന്നെ വന്നു. പുഴുക്കൾ തന്നെയെന്ന്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുവല്ലേ. നിങ്ങൾ വരണം വരണം എന്ന് പുഴുക്കൾ ഇങ്ങനെ കാത്തിരിക്കുവാണെന്ന്. അതിന് ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടിയാണ് ഞങ്ങളെ ഞങ്ങളെ ചെറിയൊരാളെ തന്ന് നിങ്ങളെ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പുഴുക്കൾ പറയുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു. സത്യസന്ധമായിട്ടൊരു കാര്യമല്ലേ? അപ്പം ഒരു പുഴുക്കൾക്ക് നമ്മൾ ആഹാരമായി തീരുകയാണ്. ആ തീരുന്നതിന് മുന്നേ അറിയാം നമ്മൾ പുഴുക്കൾക്ക് ആഹാരമായി തീരുന്ന ഒരു മനുഷ്യനാണ്. ആഹ് പക്ഷേ നമുക്ക് ഭയങ്കര അഹങ്കാരമാണ്. ഭയങ്കര അഹങ്കാരമാണ്. ഒരു സൈഡിൽ കൂടെ ജാതി, ഒരു സൈഡിൽ കൂടെ സൗന്ദര്യം, ഒരു സൈഡിൽ കൂടെ നീ കറുത്തു, ഞാൻ കറുത്തു ഇങ്ങനത്തുള്ള തത്വങ്ങളും പ്രശ്നങ്ങളും പിന്നെ കോടിക്കണക്കിന് ചേർത്ത് വെക്കാനുള്ളതും എല്ലാം ഉണ്ട്. ഞാൻ ചത്താലും എൻ്റെ മക്കൾക്ക് ഇതെല്ലാം വന്ന് ചേരട്ടെ എന്നൊക്കെ വിചാരിച്ചായിരിക്കും ചേർത്ത് വെക്കും. സത്യമായിട്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇപ്പം നമ്മൾ കഷ്ടപ്പെട്ടതുപോലെ നമ്മുടെ കുട്ടികൾ കഷ്ടപ്പെടരുത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഞാനൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഞാൻ ഒരുപാട് കഷ്ടതയിൽ നിന്ന് വന്നതാണ്. പല ആൾക്കാരും എന്നോട് ഈ അടുത്ത കാലത്തായിട്ട് പല ആൾക്കാരും പഴയ എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെ അറിയുന്ന ആൾക്കാർ കണ്ടപ്പം എന്നോട് ചോദിച്ചായിരുന്നു. "നീ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു രീതിയിലേക്ക് വരും എന്ന് ഞങ്ങൾ വിചാരിച്ചതേയില്ല." അങ്ങനെ. അപ്പം ഞാൻ പോലും അതിശയപ്പെട്ടു. ദൈവമേ! ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ഞാൻ ചാവണ്ടയായിരുന്നോ? എന്നൊക്കെ എനിക്ക് തോന്നി. അങ്ങനെയാണ്. ഇപ്പം നമ്മൾ എല്ലാം ചേർത്ത് വെക്കും. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ നമ്മുടെ ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് കൂടുതലും ചേർത്ത് വെക്കുന്നത് പലതും. ചിലപ്പം മറ്റുള്ളവരിൽ നിന്ന് അടിച്ചു മാറ്റി വരെ ചേർത്ത് വെക്കാനുള്ള ചാൻസ് ഉണ്ട്. പല ആൾക്കാരും ഇഷ്ടംപോലെ ആൾക്കാര് ചെയ്യുന്നുമുണ്ട്. അതുപോലെ എന്താ പറയുന്നെ, ഈ ഒരു ഇത് കണ്ടുകൊണ്ടിരുന്നതിന് അടുത്ത ഒന്ന് വന്നു. അതിങ്ങനായിരുന്നു. എന്ത് പറയുന്നെ, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ചത്തുപോയാലും അതിനെയെല്ലാം തിന്നാൻ മനുഷ്യൻ കാത്തിരിക്കും. സത്യം പറഞ്ഞാ എനിക്ക് ഇപ്പം കൂടി എനിക്ക് ചിരി സഹിക്കാൻ പറ്റത്തില്ല. എൻ്റെ വീട്ടില് കൊതുകുണ്ട്. ഭയങ്കര ചെടികൾ അധികമായത് കാരണം എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം എപ്പം ഞാൻ റീലെടുത്താലും എൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ ഡാൻസ് കളിക്കും. എനിക്കിത് ദേഷ്യം വരും. സ്റ്റാർട്ടിങ് ആണെങ്കിൽ ഒരടി അടിക്കും. ഈ ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പം എല്ലാം ചത്ത് പോയാലും അത് തിന്നാൻ മനുഷ്യൻ കാത്തിരിക്കും. പക്ഷേ മനുഷ്യൻ മനുഷ്യൻ ചത്തു കഴിഞ്ഞാല് ഒരു മനുഷ്യൻ പോലും ആരും അത് വാങ്ങത്തില്ല. ആർക്കും വേണ്ട. ആരും ഈ ചില മൃഗങ്ങളൊക്കെ ചത്തു കഴിഞ്ഞാൽ പണം കൊടുത്ത് വാങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ കൊല്ലാതെ തന്നെ. ഇപ്പം നമ്മള് കൊന്നു തിന്നുന്നുണ്ട്. ആടൊക്കെ കൊന്നു തിന്നുന്നതല്ലേ കാട്, കോഴിയൊക്കെ. പക്ഷെ അതല്ലാതെ എവിടെങ്കിലും ഒരു പശു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വലിയ മൃഗങ്ങൾ ചാവുമ്പം അതിന് പണം കൊടുത്ത് വാങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ചത്തു കഴിഞ്ഞാൽ നമ്മളെ ആരും പണം കൊടുത്ത് വാങ്ങത്തില്ല. വേണമെങ്കിൽ നമ്മളെത്ര വലിയ ആളായാലും ഒരു സെലിബ്രിറ്റി ആയാലും ഇപ്പോൾ ലോകസുന്ദരി ആയാലും ആരായാലും നമ്മൾ ചത്തു കഴിഞ്ഞാൽ നമ്മളെ ആരും തിരിഞ്ഞു പോലും നോക്കത്തില്ല. നമ്മളെ വേണ്ട. വേണമെങ്കിൽ നമ്മളിട്ട ഡ്രസ്സ് അവർ പണം കൊടുത്ത് വാങ്ങും. പക്ഷേ നമ്മുടെ ശരീരം മാത്രം അവർ പണം കൊടുത്ത് വാങ്ങാറില്ല. അപ്പം ആലോചിച്ച് നോക്കിക്കോണം. നമ്മളെ ചത്തു കഴിഞ്ഞാൽ ഒരു മൃഗത്തിന് എന്താ പറയുന്നത്, ആർക്കും നമ്മളെ ആവശ്യമില്ല. ഭൂമിക്ക് പോയി പുഴുവിന് നമ്മൾ അന്നമായി തീരുന്ന ഒരു ജന്മമാണ് നമ്മുടേത്. ഇപ്പം പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര ഇതിനെക്കുറിച്ച് ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് ഞാൻ അധികം പറയാറുള്ളത്. അത് പറയാറുള്ളതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഞാനൊക്കെ ആണെങ്കിൽ എന്നെ അറിയുന്ന ആൾക്കറിയാം. വളരെയധികം കഷ്ടതയിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഷ്ടതയൊക്കെ നിങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, തരിച്ചു നിൽക്കും. അതേപോലുള്ള കഷ്ടതയിൽ നിന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പം രക്തം ഇങ്ങനെ മുഖത്തൂടെ ഒഴുകി വരത്തില്ലേ? മുഖത്തൂടെ രക്തം ഇങ്ങനെ ഒഴുകി വരുന്ന തലയുടെ മണ്ടയുടെ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ ഉടഞ്ഞിട്ട് രക്തം ഒഴുകി വരുന്നൊരു മുഖത്തോടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരമ്മ.
വലിയൊരു ഒരു വലിയൊരു കലത്തിനകത്ത് നിറയെ ചോറും ഒരു ചട്ടിക്ക് കറിയും എടുത്ത് ഇങ്ങനെ ഒഴിച്ചിട്ട് കൈ വെച്ച് ഇങ്ങനെ കുഴച്ചിട്ട് ഇത് മുഴുവനും തിന്നാൻ നീ ഇവിടുന്ന് എഴുന്നേൽക്കരുത് എന്ന് പറയുന്ന ഒരച്ഛൻ. ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ എന്താ പറയുന്നത്, നമ്മളെ മൈൻഡ് ഭയങ്കര ഒരു ഭ്രാന്താവസ്ഥയിലേക്ക് കൊണ്ടുവരും. നമുക്ക് നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയാ, ഭ്രാന്താവസ്ഥ തന്നെ ആണത്. പക്ഷേ അവിടുന്നെല്ലാം നമ്മൾ തരണം ചെയ്ത് ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന രീതിയിലേക്ക് മാറണമെങ്കിൽ അതിന് നമ്മൾ നമുക്ക് തന്നെ ഒരു ഉണ്ടാവണം. അങ്ങനെ മാറി സംസാരിക്കണം. അപ്പോൾ ഇപ്പോൾ ഈ ഞാൻ പറയുന്ന പല കാര്യങ്ങളും അത് എൻ്റെ അനുഭവത്തിൽ നിന്നോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, അനുഭവത്തിൽ നിന്നും കണ്ടതും കേട്ടതും ഒക്കെയാണ്. അന്ന് തൊട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡും ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങളൊക്കെ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. ഒരുപാട് വർഷങ്ങളായി ഞാൻ കല്യാണം കഴിച്ചിട്ട്. വർഷങ്ങൾ പറയും, സെലിബ്രേറ്റ് ചെയ്യും. അങ്ങനൊരു നാള് വരും. ഞാനൊരു സെലിബ്രിറ്റി ആവുകയാണെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാം. അപ്പം ഞാൻ എപ്പോൾ കല്യാണം കഴിച്ച് എത്ര നാളായി, എനിക്ക് എൻ്റെ കുട്ടികൾക്ക് എത്ര, ഇവിടെ അറിയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവരൊന്നും ഓടി വന്ന് എൻ്റെ കമൻറ്റിലൊന്നും പറയത്തില്ലല്ലോ. എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാർ ഇതിനകത്തുണ്ട്. ഞാൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, എന്നെ നല്ലതായിട്ട് എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ജനിച്ചപ്പം മുതൽ എന്നെ കാണുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അറിയാം. അപ്പം ഒരിക്കൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം. എൻ്റെ ഹസ്ബൻഡ് എന്നോട് വഴക്കടിച്ചിട്ടേ ഇല്ല. എന്നോട് വഴക്കടിക്കാറില്ല. എനിക്കെന്തോന്ന് അറിയത്തില്ല. എനിക്ക് ദൈവം എവിടുന്നോ ഒരു ദൈവമായിട്ട് വന്ന് എൻ്റെ ഭർത്താവായതുപോലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്കും ഞാൻ ഭയങ്കര ഈ കല്യാണത്തോട് കൂടിയാണ് എൻ്റെ ലൈഫൊക്കെ അങ്ങ് മാറിപ്പോയി. ഈ കല്യാണം വരെ എൻ്റെ ലൈഫ് ഭയങ്കര പ്രശ്നമുള്ള ലൈഫായിരുന്നു. കല്യാണത്തിനോട് കൂടി എൻ്റെ ലൈഫ് മാറി. ഞാൻ ഇവിടെ നിന്നോട് ഇത്രയും ഇതൊക്കെ കാണിക്കുന്നില്ലേ, ഇതൊക്കെ എൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പം നമുക്കൊരനുഭവം വരുമ്പം ആ അനുഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കണം. ഇപ്പം ഇപ്പം ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിലില്ലെങ്കിൽ പോലും അയൽവക്കത്തുനിന്നോ മറ്റോ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ അയ്യോ എനിക്കിങ്ങനെ വരല്ലേ, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ആവല്ലേ എന്ന് നമ്മൾ ചിന്തിച്ച് വേണം മുന്നോട്ട് പോകാൻ. അപ്പം നമുക്ക് ഒരു കാര്യങ്ങളും അത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എൻ്റെ കുടുംബത്തിൽ ഒരു പ്രശ്നം വരുന്ന രീതിയിലേക്ക് ഞാൻ നടന്നിട്ടില്ല. കാരണം കല്യാണം കഴിച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരിക്കലും പിരിഞ്ഞിരുന്നിട്ടില്ല. എന്തെങ്കിലും വിശേഷത്തിനൊക്കെ പോകുമ്പോൾ ആരുടെയെങ്കിലും റിലേറ്റീവ്സിൻ്റെ കല്യാണത്തിനോ മറ്റുള്ള കാര്യത്തിനൊക്കെ പോകുമ്പോഴായിരിക്കും പിരിവ് വരുന്നത്. അല്ലാതെ പിരിയത്തില്ല, വഴക്കടിച്ച് പിരിയത്തില്ല. കാരണം എൻ്റെ കുട്ടികളത് കണ്ടാണ് വളരുന്നത്. അപ്പം അവർക്കറിയാം ഇവർ രണ്ടുപേരും ഒരിക്കലും പിരിഞ്ഞിട്ടില്ല. അവർ കല്യാണം കഴിക്കുമ്പോഴും അവരും അങ്ങനെ തന്നെ അവരുടെ ഭാര്യമാരെ നോക്കും എന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുള്ളത്. കാരണം നല്ല ഭാര്യ, നല്ല ഒരു പെണ്ണിന് നല്ല ഒരാണിനെ കിട്ടുന്നതും ഒരാണിന് നല്ല ഒരു പെണ്ണിനെ കിട്ടുന്നതുമാണ് ഭാഗ്യമായിട്ട് എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എൻ്റെ പൂച്ചകൾ ഞാൻ എല്ലാത്തിനെയും വെളിയിലിറക്കി കതകടച്ചു. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഒരു റീലെടുത്തു. എൻ്റെ തലയിലും എൻ്റെ മണ്ടയിലെല്ലാം കയറി 2 കുട്ടി പൂച്ചകളാണ്. മണ്ടയിലെല്ലാം കയറി എന്നെ അങ്ങ് ചുരണ്ടുക, ചുരണ്ടെന്തോ മാന്തുക. ഞാൻ വെളിയിലിറക്കി കതകടച്ചു. അതിനാണ് ഈ പ്രശ്നം. വീട്ടിനകത്ത് കയറ്റുന്നു. എല്ലാ വീഡിയോയ്ക്കകത്ത് ഈ പൂച്ച കിടന്ന് കരയുന്ന സൗണ്ടാണ് ഉള്ളത്. കുട്ടിയാരണ്ട് എപ്പോഴും എൻ്റെ മടിയിലും തലയിലും കയറിയിരുന്നിരുന്ന് അവർക്കങ്ങ് പരിചയമായിപ്പോയി. ഈ ചെറിയ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. സമാധാനമില്ല എനിക്ക്. അപ്പം എനിക്കെന്താ പറയാനുണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെയാണ്. അപ്പം നമ്മളെങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകുന്നത് അതുപോലെയൊക്കെ ആയിരിക്കും എന്താ നമ്മുടെ സന്തോഷവും. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ചെറിയ വയസ്സിൽ എൻ്റെ അച്ഛൻ എന്നെ ഇഷ്ടംപോലെ അടിച്ചിട്ടുണ്ട്. അത് ഒരു 12 വയസ്സ് വരെയൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ 12 വയസ്സിന് ശേഷം എന്നെ ആരും അടിച്ചിട്ടില്ല. ഇന്ന് വരെ ആരും അടിച്ചിട്ടില്ല. എൻ്റെ ഹസ്ബൻഡ് ഒരടി എന്നെ എന്ത് പറയുന്നത്, നമ്മളിങ്ങനെ നുള്ളത്തില്ലേ, നുള്ളത്ത് പോലുമില്ല. ഭയങ്കര സ്നേഹമാണ്, എന്തോന്നറിയത്തില്ല. ഭയങ്കര സ്നേഹം. അതെന്താന്ന് വെച്ചാൽ വേറൊരു കാര്യമുണ്ട്. ആള് വീട്ടിൽ അച്ഛനും അമ്മയോടും അനിയത്തിമാരോടും അനിയന്മാരോടും ഒക്കെ ഭയങ്കര സ്നേഹമാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചോണം. അച്ഛനോടും അമ്മയോടും കൂടെ പറന്ന സഹോദരങ്ങളോടും സ്നേഹമുള്ള ഒരു ഹസ്ബൻഡിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചോ, നമ്മളെ നല്ലതായിട്ട് സ്നേഹിക്കും. അതുപോലെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തിയെ തന്നെയാണ് എൻ്റെ അനിയൻ കല്യാണം കഴിച്ചേക്കുന്നത്. എൻ്റെ ആങ്ങള കല്യാണം കഴിച്ചേക്കുന്നത്.
അപ്പം അവരും നല്ലതായിട്ട് ഭയങ്കര ഒത്തൊരുമ. ഞാൻ എങ്ങും ഈ ഒത്തൊരുമ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ കുടുംബത്തൊന്നും കണ്ടിട്ടില്ല സത്യം പറഞ്ഞാ. എൻ്റെ കുടുംബത്ത് പിശാചുക്കളായിരുന്നു, പിശാചുക്കൾ. എൻ്റെ അച്ഛന് 9 സഹോദരങ്ങളായിരുന്നു. 6 ആണും 3 പെണ്ണും. അയ്യോ! എന്തുവായിരുന്നു അത് ഓർക്കാൻ പോലും വയ്യ. എൻ്റെ അമ്മയ്ക്ക് പിന്നെ അങ്ങനെ അത്രയും ഇല്ല. ഒരനിയത്തി മാത്രമേ ഉള്ളൂ. അപ്പം അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങോട്ട് ഞാൻ വിചാരിച്ചിരുന്നു ദൈവമേ ഒത്തിരി മക്കളുള്ള വീട്ടിൽ കല്യാണം കഴിച്ചൊന്നും പോവല്ലേ. സമാധാനം കിട്ടത്തില്ല. പക്ഷേ ഇവിടെ ഭയങ്കരമാണ്. നമ്മളൊരു വിശേഷമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സൂപ്പറാന്നറിയോ എല്ലാരോടും ചേർന്ന് നമ്മള് അത്രയ്ക്കും നല്ലതാണ്. അപ്പം അതൊക്കെ ഒരു ഭാഗ്യമാണ്. പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മൂത്ത ചാർജില്ല, ചാർജില്ല. മൂത്ത ചേട്ടനായതുകൊണ്ട് എല്ലാരും കൂടെ എനിക്കിതാ, എനിക്കിതാ, എനിക്കിതാന്ന് പറഞ്ഞുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. അതെല്ലാ കുടുംബത്തിലും ഉള്ളതല്ലേ. നമ്മള് കുറച്ചൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോണം. പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ അവരുടെ കുടുംബത്തിലുള്ളവരെയെല്ലാം നമ്മള് നല്ലതായിട്ട് സ്നേഹിക്കുവാണെങ്കിൽ ഞാൻ ഇന്നുവരെയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ എന്നെ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോലും ഞാന് പറയാതിരിക്കത്തില്ല. അതറിയത്തില്ലേ. ചുമ്മാ അങ്ങനെ ശുദ്ധമായിട്ടുള്ള ആൾക്കാരൊന്നും കാണത്തില്ല. അവിടെ പോരോന്നോ, അവരോട് മിണ്ടരുതെന്നോ, അവർക്ക് ചെയ്യരുതെന്നോ അല്ലെ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ഞാന് പറയാറില്ല. കാരണം നിങ്ങളുടെ ഇഷ്ടം പോവോ, വരികയോ, നിൽക്കുകയോ എന്ത് വേണേലും ചെയ്തോ എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മള് അവരുടെ വീട്ടിലുള്ള ആൾക്കാരോട് ഒരു കാരണം വീട്ടിലുള്ള അച്ഛനും, അമ്മയും, സഹോദരങ്ങളെയും എൻ്റെ അനുഭവത്തിലെന്ന് പറയുവാണ്. നമ്മള് സ്നേഹിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ തീർച്ചയായിട്ടും നമ്മുടെ ഹസ്ബൻഡ് നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും. ഇത് ഞാൻ ഫസ്റ്റ് റീൽ ഇട്ടിട്ടുണ്ട്. ഭയങ്കര സ്നേഹമായിരിക്കും. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഇതിലും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുഴുവിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ആ അതേപോലെയൊക്കെയാണ്. അപ്പം എന്തൊക്കെ സമ്പാദിച്ചാലും, എങ്ങനെയൊക്കെയുള്ള ആളായാലും, എത്ര പവർഫുൾ ആളായാലും ശരി, ഇപ്പം ഭൂമിയിലാണ് വരാൻ പോകുന്നത്. പിന്നെ വിചാരിക്കും നമ്മൾ കൂടുതൽ സമ്പാദ്യം ചേർത്ത് വലിയ ഭയങ്കര സെലിബ്രിറ്റിയായി പേരെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരിച്ചാലും കുറച്ച് നാൾ അതെല്ലാം മറ്റുള്ളവർ അതെല്ലാം കണ്ടുകൊണ്ടിരുന്നിട്ട് നമുക്കെന്ത് ഉള്ളത്? നമ്മുടെ കുടുംബത്തിന് എന്താണ് ഉള്ളത്? ഉം. അപ്പോൾ നമ്മൾ ഇങ്ങനെ അടിച്ച് പിടിച്ച് സമ്പാദിച്ച് ചേർത്ത് വെച്ച് പണക്കാരനായതും, പിന്നെ വലിയ പേരെടുത്തതും, അവരുടെ ഇവരുടെ എല്ലാം എടുത്ത് തട്ടി മാറ്റിയിട്ട് നമ്മൾ ഫസ്റ്റ് കയറി നിന്നതും എല്ലാം അതൊക്കെ ചുമ്മാതെ. ആർക്കും ഒരു പ്രയോജനവുമില്ല. കുറച്ച് എവിടെങ്കിലും എഴുതി വെക്കും. ഇവരങ്ങനായിരുന്നു, അവരങ്ങനായിരുന്നു, ഇവരിങ്ങനായിരുന്നൊക്കെ. ഇതൊക്കെയുള്ളൂ. അല്ലാതെ വേറൊന്നുമില്ല. ഉള്ളിടത്തോളം എങ്ങനെ ഒരാളെ സ്നേഹിക്കാൻ പറ്റും, എത്ര സന്തോഷം കണ്ടെത്താൻ പറ്റും, ഇത് മാത്രം ശ്രമിച്ച് മുന്നോട്ട് പോവുക. ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. എന്നെ കാണുന്നതേ 100ഓ 200ഓ പേരൊക്കെ ആയിരിക്കും. ആ 100ഓ 200ഓ പേർക്ക് എൻ്റെ അനുഭവത്തിലെന്ന് പറയാം. എനിക്കാണേ ഒരുപാട് അനുഭവമുള്ള ആളാണ് ഞാൻ. ഇങ്ങനെ ഇരുന്നാലും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ പറയും. വന്നിരുന്ന് ചുമ്മാ ഇങ്ങനെ കാര്യം പറയുന്നത് നല്ലതല്ലേ? ഒരുപാട് കാര്യങ്ങൾ പറയും. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം കണ്ടാ മതി. അല്ലാതെ ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല എന്നെ കാണണം. പിന്നെ നിങ്ങൾ കാണുമ്പം നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറഞ്ഞാൽ ഞാനതിന് മറുപടി തരുന്നതായിരിക്കും. പിന്നെ എന്നെ നിങ്ങൾ കാണുമ്പം കാണുകയാണ്. കാണുമ്പം ഞാൻ മറ്റുള്ളവർക്കൊക്കെ നല്ല എൻ്റെ റീലുകൾ കണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുമ്പം ഇതാരാണെന്നറിയാൻ അവരെയും കേറി നോക്കാറുണ്ട്. അവരുടെയും ഒരുപാട് റീലുകളും കാണുന്ന ആളാണ് ഞാൻ. റീലുകൾ കാണുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാ. അപ്പം നിങ്ങൾക്കും അതുപോലെ ഞാൻ നിങ്ങളെ റീലുകളൊക്കെ കാണുന്നതായിരിക്കും. എൻ്റെ റീലുകൾ കാ കണ്ടു കഴിയുമ്പോൾ എൻ്റെ റീലുകൾ നിങ്ങൾ കാണുന്നത് ഞാൻ നിങ്ങൾ ലൈക്ക് അടിച്ച ലൈക്കിൽ നിന്നാണ് കാണുന്നത്. അപ്പോഴായിരിക്കും അവരുടെ അക്കൗണ്ടിൽ കയറി ഞാൻ ചെക്ക് ചെയ്യുന്നത്. എൻ്റെ റീല് കണ്ടല്ലോ ഇവര്. എന്നെ ഇഷ്ടമായോ എന്ന് വിചാരിച്ച് ഞാൻ കയറി അവരുടെ റീല് സത്യം എനിക്കൊരു കമൻറ്റും ലൈക്കും കണ്ടു കഴിഞ്ഞാൽ എനിക്കവര് ലൈക്കും കമൻറ്റും തന്നു എന്നല്ല തോന്നുന്നേ. ഇവർക്കെന്നെ ഇഷ്ടായി. എനിക്ക് ലൈക്കും കമൻറ്റും തന്നു. അങ്ങനത്തുള്ള ഒരു തോന്നും. പെട്ടെന്ന് കേറും അവരുടെ അക്കൗണ്ടിൽ കേറി അവരുടെ റീലും എല്ലാം കാണുന്ന ഒരു ടൈപ്പാണ് ഞാൻ. അപ്പം അതൊക്കെ ഒരു സന്തോഷമാണ്. നമുക്കൊന്നും സാധിക്കും. ഇപ്പൊ ഇവിടെ ഇരുന്നോണ്ട് ഞാനിരുന്ന് ഇങ്ങനെ കാര്യം പറയുമ്പോ എനിക്കെന്തോ കോടിക്കണക്കിന് സ്വത്ത് കിട്ടുന്നുണ്ട്. എന്തൊക്കെയോ കിട്ടും. ഒന്നും കിട്ടുന്നില്ല. നമ്മളിങ്ങനെ ഓരോന്ന് റീലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇപ്പൊ അതിലെല്ലാം നമ്മളിങ്ങനെ ഇരിക്കുക. നമുക്കൊരു സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ടൈം പോകുന്നത് ഇന്നത്തെ ദിവസം ടൈം പോകുന്നത് എനിക്കറിയാം. എനിക്ക് ഇന്ന് തയ്ക്കാനുണ്ടായിരുന്നു. ഇന്ന് തയ്ക്കാനുണ്ടായിരുന്നു. ഒരുപാട് തുണി അലക്കാനുണ്ടായിരുന്നു. എല്ലാം ചെയ്തു. വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്. എന്നാലും എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് കൈ കൊണ്ട് നീ കഴുകണം. നീ വാഷിംഗ് മെഷീനിൽ അലക്കിയാൽ തടിച്ചിയായി പോവും. ഞാൻ അത്രയ്ക്കും തടിയുള്ള ആളല്ല. കുറച്ച് തടിയുള്ള ഭയങ്കര തടിയായി പോവും. തടി വേണ്ട അതുകൊണ്ട് തുണി അലക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെക്കൊണ്ട് അലപ്പിക്കും. ചില സമയമൊക്കെ ആരും ഇല്ലാത്തപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് പറയും ഇത് ഞാൻ അലക്കിയതാണ്. ഇന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടാലും നമ്മളെല്ലാം പറക്കി കുറച്ചല്ലേ ഉണങ്ങത്തുള്ളൂ. പിന്നെയും കൊണ്ടൊന്ന് വെയിലിടണ്ടേ. അങ്ങനെയൊക്കെ ഇട്ടേക്കുവാ.
അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാൻ നിങ്ങൾ എനിക്ക് സത്യം പറഞ്ഞ റീലെടുക്കുമ്പോൾ പോലും ചിരി സഹിക്കാൻ പറ്റത്തില്ല. ഞാനത് കണ്ട്രോൾ എന്തിനാ ചിരിക്കുന്നേന്ന് പോലും അറിയത്തില്ല. ഇതേപോലെ പാട്ട് പാടുമ്പോ എനിക്ക് പൊട്ടിച്ചിരിക്കണമെന്ന് തോന്നും. ഞാനെന്നാലും അതിങ്ങനെ ആക്ഷനിലല്ല ഇങ്ങനെ കാണിച്ച് കണ്ട്രോൾ ചെയ്ത് വെക്കും. എന്തായാലും പിന്നെ കാണാം. ഇത്രയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നല്ലതല്ലേ? 100 പേരാണെങ്കിൽ 100 പേര് കാണട്ടെ. താങ്ക് യു.